ഈ പാട്ടിന് താഴെയുള്ള കമന്റ്സ് കണ്ടപ്പോ ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത് ആലോചിച്ചു പോയി. ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ജാമിയ മില്ലയിൽ അന്ന് പഠിച്ചിരുന്ന ആമിർ അസീസ് എഴുതിയ സബ് യാദ് രഖാ ജായേഗയുടെ മലയാളം വേർഷനാണ് നിലമ്പൂർ പാട്ടുത്സവത്തിന് ഫാത്തിമ ജഹാൻ അവതരിപ്പിച്ചത്. നിങ്ങൾ കോടതിയിലിരുന്ന് തമാശകൾ എഴുതുന്നുവെങ്കിൽ ഞങ്ങൾ തെരുവുകളിലും ചുമരുകളിലും നീതി എഴുതും. ബധിരർക്ക് പോലും കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ പറയും, അന്ധർക്ക് പോലും കാണുന്ന രീതിയിൽ വ്യക്തമായി എഴുതും. തും ജമീൻ പേ സുൽം ലിഖോ, ആസ്മാൻ പേ ഇൻഖുലാബ് ലിഖാ ജായേഗ. നിങ്ങൾ ഭൂമിയിൽ അനീതിയാണ് എഴുതുന്നതെങ്കിൽ ആകാശത്തെ വിപ്ലവങ്ങൾ എഴുതപ്പെടും. നമുക്ക് ആസ്വദിക്കാനുള്ളൊരു പാട്ടല്ല, വരികളിലേക്ക് എത്തി നോക്കാനും ചിന്തിക്കാനുള്ളൊരു പാട്ടാണ്. ഈ ലോകത്ത് അനീതിക്കിരയാവുന്ന, അക്രമത്തിനിരയാവുന്ന എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ടാണ് ഫാത്തിമ ജഹാൻ ഈ ഒരു പാട്ട് പാടി. ഒരു വിപ്ലവ ഗാനം ഈ ഒരു ടോണിൽ കേട്ടുകൊണ്ടായിരിക്കാം ചിലർക്കെങ്കിലും ഈ ഒരു പാട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ആസ്വാദന ശൈലിയാണല്ലോ. പല വിപ്ലവ ഗാനങ്ങളും മുൻപും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളിൽ വന്നിട്ടുണ്ട്. ഹം ദേഖേംഗെ എന്ന ഫെയ്സ് അഹമ്മദ് ഫെയ്സ് സാഹിബിന്റെ കവിതയും ഇതിന് വൺ ഓഫ് ദ എക്സാമ്പിളാണ്. ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ കൂട്ടുനിൽക്കുന്ന ആർട്ടിസ്റ്റുകളുള്ള ഇക്കാലത്ത് ഒരു അനീതി നടക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു തെല്ലൊരു ഡിസ്റ്റർബൻസ് പോലും ഫീൽ ചെയ്യാത്ത ആളുകളുള്ള ആർട്ടിസ്റ്റുകളുള്ള ഇക്കാലത്ത് വലിയ വേദിയിൽ സ്വന്തം കഴിവിനെ സമൂഹ നന്മക്കും അനീതിക്കെതിരെയും ഉപയോഗിക്കുന്ന ഫാത്തിമ ജഹാനെ പോലെയുള്ള, റാസ റസാഖി ഖാനെ പോലെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും മനുഷ്യന്മാരും പ്രത്യാശകളാണ്, നമ്മുടെ കാലത്തിന് ആവശ്യമാണ്.